CRPF-ന്റെയും MSP-യുടെയും തോക്കിൻ മുനയിൽ നിന്ന് വർഗീസിന്റെ സഖാക്കളായ ആദിവാസികൾക്ക് അനങ്ങാൻ വയ്യാതായി. വർഗീസ് കൂട്ടം തെറ്റി കാട്ടിലൊറ്റപ്പെട്ടു. പക്ഷെ അവസാനം വരെയും ഒരു ആദിവാസിയെങ്കിലും സംരക്ഷിക്കാനെത്തുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിരന്തരമായ അലച്ചിലും വിശപ്പും ക്ഷീണവും വർഗീസിനെയും കാടിറക്കി. നരിനിരങ്ങിമലയുടെ താഴ്വരയിലെ സുഹൃത്ത് ശിവരാമൻ നായരുടെ കുടിലിലേക്കാണ് വർഗീസ് എത്തിയത്. അവിടെ വിശ്രമിച്ച് മാനന്തവാടിയിലേക്കും അവിടെ നിന്ന് കൽക്കത്തയിലേക്ക് പോയി ചാരു മഞ്ചുന്ദാറിനെ കാണാനുമായിരുന്നു വർഗീസിന്റെ പദ്ധതി. ശിവരാമൻ നായർ വാതിൽ പുറത്തു നിന്ന് പൂട്ടി സംഭവം സുഹൃത്ത് ശ്രീധരൻ നായരോട് പറഞ്ഞെന്നും, അല്ല ശിവരാമൻ നായരുടെ ഭാര്യയായ ആദിവാസി സ്ത്രീ ജോലി ചെയ്യാൻ പോയപ്പോൾ അവിടെയുള്ളവരോട് പറഞ്ഞു എന്നെല്ലാം പറയുന്നവരുണ്ട്. എന്തായാലും വർഗീസിന് വേണ്ടി വലവിരിച്ചു കിടന്ന CRPF മിന്നൽ വേഗത്തിൽ ശിവരാമൻ നായരുടെ വീട് വളഞ്ഞു. കതക് തുറക്കാനുള്ള ആജ്ഞ കേട്ടതോടെ വർഗീസിന് കാര്യം പിടികിട്ടി. അദ്ദേഹം ഉള്ളിൽ നിന്ന് ശാന്തനായി പറഞ്ഞു, നീ എന്നെ ചതിച്ചു അല്ലടോ ശിവരാമ. വർഗീസിന് ഒറ്റ കൊടുത്ത ശിവരാമൻ നായരുടെ വീട് ഇവിടെ ആയിരുന്നില്ലേ? പൊളിഞ്ഞുപോയി. ശിവരാമൻ നായരുടെ വീട് ഇത് പൊളിഞ്ഞുപോയി. കതക് തള്ളിത്തുറന്ന് അകത്തു വന്ന പോലീസ് സംഘം ആദ്യമൊന്ന് അമ്പരന്നു. കാരണം അവർ വർഗീസിനെ കുറിച്ച് കേട്ടറിഞ്ഞ ഭീകര രൂപമേ അല്ല അത്. പകരം കാക്കി ട്രൗസറും വെള്ള ബനിയനുമായി മന്ദഹസിച്ചു നിൽക്കുന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ. അത് ശരിയായ വർഗീസ് തന്നെയോ? അവർ ആ യുവാവിന്റെ കൈയും കണ്ണും മൂടിക്കെട്ടി വർഗീസാണോ എന്ന് ഉറപ്പിക്കാൻ കൊല്ലപ്പെട്ട ചേക്കുവിന്റെ വീട്ടിലെത്തി. ചേക്കുവിന്റെ ഭാര്യ വർഗീസിനെ തിരിച്ചറിഞ്ഞതോടെ വാർത്ത നാട് മുഴുവൻ പരന്നു. വർഗീസിനെയും കൊണ്ട് CRPF മാനന്തവാടി ക്യാമ്പിലേക്ക് പറക്കുമ്പോൾ എതിരെ DYSP ലക്ഷ്മണയും സംഘവും എത്തി. അവർ ജീപ്പ് തിരുനെല്ലിയിലേക്ക് വിടാൻ ആജ്ഞാപിച്ചു. അപകടം മണത്ത വർഗീസ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അപ്പോൾ തന്നെ ജീപ്പിലുണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞിരുന്നു അത്രേ. അതുപോലെ തന്നെ സംഭവിച്ചു. 970 ഫെബ്രുവരി 18 വൈകിട്ട് തിരുനെല്ലിക്കാട്ടിലെ പാറയിടുക്കിൽ വെച്ച് വർഗീസിനെ പോലീസ് വെടിവെച്ചു കൊന്നു. എന്നിട്ടൊരു നാടൻ തോക്ക് മൃതദേഹത്തിന്റെ കയ്യിൽ തിരികെ വെച്ചു. വർഗീസ് ഏറ്റുമുട്ടലിൽ മരിച്ചെന്ന കഥയുണ്ടാക്കി. തലേ ദിവസം പത്രങ്ങൾ ഒന്നാകെ ആ കഥയുടെ അച്ചുനിരത്തി. ദേശാഭിമാനി ലേഖകനും വർഗീസിന്റെ സുഹൃത്തുമായിരുന്ന പട്ടുവം രാഘവൻ മാത്രം സ്വന്തം ബൈലിനിൽ വർഗീസിനെ വെടിവെച്ചു കൊന്നുവെന്ന് എഴുതി. വർഷങ്ങൾക്ക് ശേഷം വർഗീസിനെ വെടിവെച്ച പോലീസുകാരൻ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തലുമായി പുറത്തുവരും വരെ ആരും ആ വാർത്ത വിശ്വസിച്ചില്ല.